വിമാനങ്ങൾ കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലോകം കൊണ്ടുള്ള ലോകനിർമ്മിതമായ വിമാനങ്ങൾ കണ്ടുപിടിച്ചത് തീർച്ചയായിട്ടും റൈറ്റ് സഹോദരന്മാർ തന്നെയാണ്. എന്നാൽ ഭാരതത്തിൽ വിമാനത്തെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമായ ആശയങ്ങളുണ്ടായിരുന്നു. ഇത് വെറുതെ ഒരു ആശയതലത്തിൽ പറഞ്ഞതല്ല. പുഷ്പവിമാനത്തിൻ്റെ കാര്യങ്ങൾ ചരിത്രത്തിലും അതുപോലെ തന്നെ പുരാണ കഥകളിലും ധാരാളമായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥം 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശ്രീ NJK നായർ, N ജയകുമാരൻ നായർ എന്നറിയപ്പെടുന്ന ഭൗമശാസ്ത്രജ്ഞനായി ദീർഘകാലം പ്രവർത്തിച്ച് വിരമിച്ചിട്ടുള്ള NJK നായർ അവർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഭാരത വിജ്ഞാന പൈതൃകം ഭാരതീയം എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിക്കുന്നത് നന്നായിട്ട്. ഈ പുസ്തകത്തിൽ ഒരു അധ്യായം വിമാനതന്ത്രത്തിലെ ഭാരതീയ പാരമ്പര്യം എന്നതാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി വിമാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണിത് ഭാരതത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് ആശയതലത്തിലാകട്ടെ, അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ടോ, ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഭാരതീയരെ കുറിച്ച് പറയുന്നത് ഇവിടെ കുറച്ച് ജാതിയും മതവും അല്ലെങ്കിൽ കുറച്ച് വേദങ്ങളും ഒക്കെ തമ്മിലടിച്ച് നടക്കുന്നൊരു സമൂഹമാണെന്നാണ് പലപ്പോഴും ലോകത്തിന് കൊടുത്തിരിക്കുന്ന ചിന്ത. അല്ലെങ്കിൽ അതിൽ ഹിന്ദുക്കൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തൊരു തമാശ. ഹിന്ദുക്കളായ പുരോഗമനവാദം എന്ന് പറയുന്നത് നമ്മളുടെ പാരമ്പര്യത്തെയും മഹിമയെയും സംസ്കാരത്തെയും തള്ളിപ്പറയുന്നതാണെന്നുള്ള ചിന്തയിൽ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരും പറയുന്നത് നമ്മൾ പഴഞ്ചന്മാരാണ്, എല്ലാം കണ്ടുപിടിച്ചത് സായിപ്പാണെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഭരദ്വാജ മഹർഷിയാണ് വൈമാനിക പ്രകരണത്തിന്റെ കർത്താവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ബോധാനന്ദൻ എന്ന പണ്ഡിതൻ വൈമാനിക പ്രകരണത്തിന്റെ ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിമാനത്തിന്റെ ചാലകശക്തിയെ സംബന്ധിച്ചും വളരെ ഗൗരവമായി നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിമാന നിർമ്മാണത്തെ സംബന്ധിച്ചും ആകാശ സഞ്ചാരം, വ്യോമ യുദ്ധതന്ത്രങ്ങൾ, അന്യഗ്രഹ സഞ്ചാരം ആദിയായവയെ സംബന്ധിച്ചുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുന്നത് ഓർത്തിയില്ല. ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹം ഭാഷകളുടെ മാതാവായ സംസ്കൃതത്തെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല. അതിനെ എടുത്ത് മാറ്റിയതോടൊപ്പം വലിയൊരു ഒരു പരിതാപകരമായ അവസ്ഥ. എന്നാൽ സംസ്കൃത സർവകലാശാല കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ കൂടിയാണ്. നിർഭാഗ്യവശാൽ സംസ്കൃതം പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും അത് ചെയ്തിട്ടുണ്ട്. അത് സംസ്കൃതം പഠിപ്പിക്കൽ മാത്രം, അല്ലെങ്കിൽ സംസ്കൃതം പ്രചരിപ്പിക്കൽ മാത്രം. കുറേ കുട്ടികളെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ കുറേ കുട്ടികൾക്ക് ബിരുദവും ബിരുദാനന്ദ ബിരുദവും നൽകി ഇറക്കുന്നു എന്നതിനപ്പുറം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സംസ്കൃതം ജനസാമാന്യത്തിനെ പഠിപ്പിക്കുന്നതിനോ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നുവെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനോ യാതൊരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ധാരാളമായി വിമാനത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും ആകാശ സഞ്ചാരത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളുണ്ട്. ഇവയിൽ നാരായണൻ്റെ വിമാന ചന്ദ്രിക, ശൗനകൻ്റെ ഗോപയാന തന്ത്രം, ഗർഗൻ്റെ യന്ത്രകൽപ്പം, വാചസ്പതിയുടെ യാനബിന്ദു, ചക്രായനിയുടെ ഖേടയാന പ്രദീപിക, ഗുണ്ടുനാഥൻ്റെ വ്യോമയാന അർക്കപ്രകാശം എന്നീ ഗ്രന്ഥങ്ങളൊക്കെയാണ് ഭരദ്വാജ മഹർഷി ആധാരമായി പറയുന്നത്. നോക്കൂ, എത്ര ഗ്രന്ഥങ്ങളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്. വിമാനത്തിൻ്റെ ചാലക ശക്തിയെക്കുറിച്ചുള്ള പ്രദാനം ചെയ്യുന്ന യന്ത്ര സംശയത്തെ ശക്തിസ്ഥാനം എന്നും ഇതിലുള്ള ഊർജ വിസരണ സംവിധാനത്തെ ശക്തിഗമന സാധന എന്നും വിശേഷിപ്പിച്ച് കാണുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ വിമാനത്തെക്കുറിച്ച്, വിമാനത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് റൈറ്റ് സഹോദരന്മാരാണ് ഇത് കണ്ടുപിടിച്ച് തന്നത് എന്ന് പറയുന്നിടത്ത് നിന്ന് നമുക്ക് പലതും പുനർവായിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും റൈറ്റ് സഹോദരന്മാരുടെ ലോകത്തിലുള്ള ലോകനിർമ്മിതമായ വിമാനം കണ്ടുപിടിച്ച് തന്നതിനൊന്നും നമുക്കൊരു എതിർക്കാനൊരു അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഭാരതത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി വിമാനങ്ങളെക്കുറിച്ച് പറയുന്ന സംഹിതകളും ശ്ലോകങ്ങളും മന്ത്രങ്ങളുമുള്ള ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് ഹിന്ദു സമാജത്തെ, അല്ലെങ്കിൽ അതൊക്കെ പറയുന്ന സനാതന ധർമ്മത്തെ, ഹിന്ദുമതത്തെ അവഹേളിച്ചുകൊണ്ട് എപ്പോഴും വടക്ക് നോക്കി നമ്മൾ നിൽക്കുന്നത്. വടക്ക് നോക്കികളോട്, അത് യുക്തിവാദിയാകട്ടെ ശാസ്ത്രപ്രചാരകരാകട്ടെ, നിങ്ങൾ വടക്ക് നോക്കുന്നതിൽ എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ വല്ലപ്പോഴും അകത്തോട്ടുകൂടി നോക്കണം. അകത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. നേരത്തെ ഇതൊക്കെ പറയുമ്പോൾ രേഖ എവിടെ ഇരിക്കുന്നു, ഏത് പ്രമാണത്തിൽ പറയുന്നു, ഏത് മന്ത്രത്തിൽ പറയുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അതിനൊക്കെ ഉള്ള ഉത്തരം കൂടിയാണ് ഈ പുസ്തകം. വളരെ മനോഹരമായി ഇതിൽ വിമാനത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്.